ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 23 രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി. കേരളത്തിൽ കനത്ത ചൂട് ശമനമില്ലാതെ തുടരുന്നു. എറണാകുളത്തും വയനാട്ടിലും ആശ്വാസമായി വേനൽമഴ. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. സാമ്പിൾ വെടിക്കെട്ട് ഈ മാസം 24-ന്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ദ്വിദിന സന്ദർശനത്തിനായി കൊളംബോയിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും പരസ്പര വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള സഹകരണം തുടരുന്നതിനും ഊന്നൽ നൽകുന്നതായിരുന്നു ചർച്ചകൾ. ദിത്വ ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങളിലെ ഇന്ത്യയുടെ ഭവന പദ്ധതിയും $450 മില്യൺ സഹായ പാക്കേജിനു കീഴിലുള്ള പ്രവർത്തനങ്ങളും ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായും ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി. ശ്രീലങ്കയിലെ തമിഴ് സമൂഹവുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു. തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 23 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ദേവി പത്മനാഭൻ. തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിലെ വി മുത്തുലിംഗപുരം ഗ്രാമത്തിലുള്ള പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 23 പേർ കൊല്ലപ്പെട്ടു. ഗുരുതരമായ പരിക്കുകളോടെ 6 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശിവകാശി, സാത്തൂർ, വിരുദുനഗർ എന്നീ സ്ഥലങ്ങളിലിരുന്ന് വന്ന ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കി. പട്ടാസ് നിർമ്മിക്കാനുള്ള കെമിക്കൽസ് നിറയ്ക്കുമ്പോഴാണ് സ്ഫോടനമുണ്ടായതായി പറയുന്നു. സ്ഫോടനത്തിന്റെ പ്രകമ്പനം 10 കിലോമീറ്റർ ദൂരം വരെ കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. തമിഴ്നാട് മന്ത്രിമാർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 30 പേർ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായതായി പറയുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സംഭവത്തിൽ അനുശോചിച്ചു. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. സ്ഥാനാർത്ഥികൾക്കായി മുതിർന്ന ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്തുണ്ട്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടത്തിലേക്കും പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിലേക്കും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. ഭരണപരമായ വീഴ്ചകൾ മൂലമോ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ് മൂലമോ അതിവേഗപാതകൾ അപകട ഇടനാഴികളായി മാറരുതെന്ന് സുപ്രീംകോടതി. രാജ്യവ്യാപകമായി നടപ്പിലാക്കേണ്ട റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീംകോടതി പുറപ്പെടുവിച്ചു. ഇന്ത്യയിലെ ആകെ റോഡ് ശൃംഖലയുടെ 2% മാത്രമുള്ള ദേശീയപാതകളിൽ 30% മരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ജസ്റ്റിസുമാരായ JK മഹേശ്വരി, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. മൻ കി ബാത്തിന്റെ 133-ാം പതിപ്പ് ഈ മാസം 26-ന് രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. ലോക മാനവികത എന്ന മഹത്തായ ആശയം സ്വജീവിതത്തിലൂടെ സമൂഹത്തിന് പകർന്ന മഹാത്മാവായിരുന്നു വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചട്ടമ്പി സ്വാമികളുടെ 102-ാം മഹാസമാധി വാർഷിക ദിനത്തിൽ ചവറ പന്മന ആശ്രമത്തിൽ സമാധി സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ഐരൂർ ചെറുകോൽ പുഴയിലും ചട്ടമ്പി സ്വാമി സമാധി ദിനാചരണം നടന്നു. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും മേര യുവഭാരതും ചേർന്ന് നടപ്പാക്കുന്ന യുവ ആപ്ത മിത്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ സന്നദ്ധ പ്രവർത്തകർക്കുള്ള പരിശീലനത്തിന് നാളെ തുടക്കമാകും. ഏപ്രിൽ 26 വരെ നടക്കുന്ന ക്യാമ്പിൽ 250 പേർക്കാണ് പരിശീലനം നൽകുക. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പരവൂർ കലക്കോട് സ്വദേശികളായ ചാൾസ്, സാൻജോ എന്നിവരാണ് മരിച്ചത്. യുവാക്കൾ സഞ്ചരിച്ച കാർ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന റോഡ് നിർമ്മാണ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 1231 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 39 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 50 പേരാണ് അറസ്റ്റിലായത്. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ പന്തൽ നാട്ടുകർമ്മം കഴിഞ്ഞതോടെ ഒരുക്കങ്ങൾ തകൃതിയായി. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൂരം വീക്ഷിക്കാനെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ഈ മാസം 24-നാണ് സാമ്പിൾ വെടിക്കെട്ട്, 26-നാണ് പൂരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ കനത്ത ചൂട് ശമനമില്ലാതെ തുടരുന്നു. ഏറ്റവും ഉയർന്ന താപനില പാലക്കാട് ജില്ലയിലാണ് 40 ഡിഗ്രി സെൽഷ്യസ്. കൊല്ലം 39 ഡിഗ്രി സെൽഷ്യസ്, കോട്ടയം 38 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം വയനാട്ടിലും എറണാകുളത്തും ശക്തമായ കാറ്റും മഴയും ലഭിച്ചു. എറണാകുളം ജില്ലയിൽ പറവൂർ കോട്ടുവള്ളി സ്വദേശിക്ക് സൂര്യാഘാതം ഏറ്റു. വലതുപടി സിദ്ദിഖിനാണ് എറണാകുളത്തു നിന്നും പറവൂരിലേക്ക് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ സൂര്യാഘാതം ഏറ്റത്. പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കെ സമൂഹ മാധ്യമങ്ങളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും ധാർമ്മികമായ ഉപയോഗം എല്ലാവരും ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതു സംബന്ധിച്ച പ്രസ്താവന കമ്മീഷൻ പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്. തെറ്റിദ്ധരിപ്പിക്കുന്നതോ നിയമവിരുദ്ധമോ ആയ ഉള്ളടക്കം സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 3 മണിക്കൂറിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷൻ പ്രസ്താവനയിൽ ആവർത്തിച്ചു. പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന ഉള്ളടക്കം AI നിർമ്മിതമാണെങ്കിൽ അവ വ്യക്തമായി ലേബൽ ചെയ്തിട്ടുണ്ടെന്ന് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രചാരണ പ്രതിനിധികളും ഉറപ്പാക്കണം. ഉള്ളടക്കം ലഭിച്ച ഉറവിടവും വെളിപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം 11,000-ലധികം സമൂഹമാധ്യമ പോസ്റ്റുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റ് ജയം. ഇന്ത്യ ഉയർത്തിയ 148 റൺ വിജയലക്ഷ്യം 17 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ദക്ഷിണാഫ്രിക്ക നേടുകയായിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 4 വിക്കറ്റ് ജയം. രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 156 റൺ വിജയലക്ഷ്യം 6 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺ നേടി കൊൽക്കത്ത മറികടക്കുകയായിരുന്നു. 2ാം മത്സരത്തിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. ഇറാനുമായുള്ള ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിനിധികൾ നാളെ ഇസ്ലാമാബാദിൽ എത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ടെഹ്റാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായും ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ ആരോപിച്ചു. എന്നാൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. BCCI കരാർ നീട്ടി നൽകിയതോടെ ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി അജിത് അഗാർക്കർ തുടരും. 1 വർഷത്തേക്ക് കൂടിയാണ് കരാർ നീട്ടി നൽകിയത്. 2027 ഏകദിന ലോകകപ്പിനുള്ള തയ്യാറെടുപ്പ് ലക്ഷ്യമിട്ടാണ് തീരുമാനം. കൊച്ചി കലൂർ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തനരഹിതമായി കിടക്കുന്നതുമായ ഏകദേശം 30 ഓട്ടോറിക്ഷകൾ ഉടൻ നീക്കം ചെയ്യാൻ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സംഘത്തിന് നിർദ്ദേശം നൽകി. കലൂർ മെട്രോ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ അനധികൃതമായി ഇട്ടിരിക്കുന്ന ഇത്തരം വാഹനങ്ങളെല്ലാം 2026 ഏപ്രിൽ 30-നകം നീക്കം ചെയ്യണമെന്നും നിർദ്ദേശം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ മെയ് 1 മുതൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കൊച്ചി മെട്രോ അറിയിച്ചു. വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിൽ. വൈദ്യുതി ഉപയോഗത്തിൽ മിതത്വം പാലിച്ച് ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഈ അവസ്ഥയിലും പവർ കട്ട് ഏർപ്പെടുത്താതെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഞ്ഞുവീഴ്ചയും താഴ്വരയിലുടനീളമുണ്ടായ മഴയും മൂലം കാശ്മീരിൽ താപനില താഴേക്ക്. ബന്ദിപ്പോര ജില്ലയിലെ ഗുരസ് താഴ്വര, ഗണ്ടേർബാൽ ജില്ലയിലെ സോനാമാർഗ്, ഷോപ്പിയാനിലെ പൂഞ്ച്, രജൌരി മേഖലയുമായി ബന്ധിപ്പിക്കുന്ന മുഗൾ റോഡ് എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശ്രീനഗർ കാർഗിൽ റോഡ്, ബന്ദിപ്പോര ഗുരസ് റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന പാതകൾ മഞ്ഞുവീഴ്ചയെ തുടർന്ന് അടച്ചിട്ടു. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി, യമുനോത്രി ക്ഷേത്ര നടകൾ തുറന്നതോടെ ഈ വർഷത്തെ ചാർധാം തീർത്ഥാടനത്തിന് തുടക്കമായി. തീർത്ഥാടനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 23ആയി. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി. കേരളത്തിൽ കനത്ത ചൂട് ശമനമില്ലാതെ തുടരുന്നു. എറണാകുളത്തും വയനാട്ടിലും ആശ്വാസമായി വേനൽമഴ. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. സാമ്പിൾ വെടിക്കെട്ട് ഈ മാസം 24-ന്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 4 വിക്കറ്റ് ജയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.